സമ്പത്തുണ്ടായതിനു ശേഷം ദാരിദ്ര്യമുണ്ടാകുന്നത് വളരെ മോശമാണ്, അല്ലെ? വലിയ പ്രയാസം ഉണ്ടാവും. ദാരിദ്ര്യം, സമ്പത്തുണ്ടായതിന്റെ ശേഷം ദാരിദ്ര്യമുണ്ടാവുന്നത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം ഒരാൾ നല്ലൊരു ജീവിത അവസ്ഥയിൽ ഇങ്ങനെ കടന്നു പോകുമ്പോ ആ ഗ്രാഫ് അങ്ങ് താഴുകയാണ്. മക്കളൊക്കെ റാഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നീട് അവരുടെ സ്കൂളിന് പോലും ഫീസ് അടക്കാൻ കഴിയാത്ത വിധം പ്രയാസപ്പെടുകയാണ്. സമ്പത്തുണ്ടായതിന്റെ ശേഷം ദാരിദ്ര്യത്തിലേക്ക് വരുന്നത് എത്ര മോശമാണ്. ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ തെറ്റ് ചെയ്യുന്ന ആളാണ്. ആള് ദാരിദ്ര്യത്തിലാണ്, പക്ഷേ കള്ളുകൂടിയ പരിപാടി, മയക്കുമരുന്നാണ് ജോലി, ആളുകളെ വഞ്ചിക്കലാണ്, നുണ പറയലാണ് ജോലി. എന്തൊരു മോശമാണല്ലേ. ഇതൊക്കെ പറഞ്ഞിട്ട് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറയാ, എന്നാൽ ഇതിനേക്കാളൊക്കെ ഏറ്റവും മോശമായത് റജുലുൻ കാന ആബിദൻ ഫതറക ഇബാദത റബ്ബിഹി. എത്രയോ കാലം ഇൽമിന്റെ മജ്ലിസിൽ വന്നിരുന്ന ആളുകൾ, എത്രയോ കാലം ഇബാദത്തിന്റെ ആനന്ദം അറിഞ്ഞിരുന്ന ചെറുപ്പക്കാർ അല്ലെങ്കിൽ മുതിർന്നവർ, ഫതറക ഇബാദത റബ്ബി, പിന്നെ നിസ്കാരമില്ല, പിന്നെ മജ്ലിസുന്നൂറിലില്ല, സ്വലാത്ത് മജ്ലിസുകളില്ല, ദിക്റിന്റെ മജ്ലിസുകളിലില്ല. ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഇബാദത്ത് നിർത്തിവെക്കലാണ് സമ്പത്തിന്റെ പിറകെ ദാരിദ്ര്യം വരുന്നതിനേക്കാൾ മോശം. ഇബാദത്ത് ചെയ്തിരുന്ന ഒരു മനുഷ്യനെ നിർത്തിപ്പോവുക വലിയ പരീക്ഷണമാണ്. അതിനിടക്കെങ്ങാനും ഒരു മരണം വരികയാണെങ്കിൽ എത്ര ഭയാനകമാണ് മുഅ്മിനെ. അതുകൊണ്ട് നിങ്ങൾ മടുപ്പ് കാണിക്കരുതേ ആരാധനയുടെ വിഷയത്തിൽ, ഖുർആൻ ഓതുന്ന വിഷയത്തിൽ മടിവരല്ലേ. ഫവല്ലാഹി ലാ യമല്ലല്ലാഹു ഹത്താ തമല്ലു. നിങ്ങൾക്ക് മടി വരുന്നവരെ അല്ലാഹു മടി കാണിക്കുകയില്ല. അല്ലാഹു പ്രതിഫലം വാരിക്കോരി തരികയാണ്. നിങ്ങൾ മടി കാണിച്ചു നിന്നാൽ പിന്നെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മടി വരും. നിങ്ങൾക്ക് മടി വരാതെ അള്ളാഹു മടി വരുന്നില്ല, റബ്ബിന് മടുപ്പ് വരുന്നില്ല. നിങ്ങളായിട്ട് മടുക്കരുത്. ഈ മടുപ്പ് വരുന്നത് അതൊരു വലിയ വിഷയമാണ്. ഇമാം സുബ്ഹാനി അവരുടെ തർഗീബിൽ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ ഒരു അസർ പറയുന്നുണ്ട്. ലാ അമല്ലു സൗബി മാ വസിഅനി. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയാ, ആഫ്രിക്കയിലേക്ക് ഇസ്ലാം കൊണ്ടുപോയ സ്വഹാബിയാണ്. ആഫ്രിക്കൻ വൻകരയിലേക്ക് നബിയുടെ ഹബീബിന്റെ ദഅവത്തുമായി കടന്നു ചെന്ന സ്വഹാബി അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു, മദീനത്തുൽ ഫുസ്താത്ത് ഉണ്ടാക്കിയ മഹാൻ. ഖൈറോവിൽ ഇന്നും ആ സ്വഹാബിയുടെ പേരിൽ മനോഹരമായൊരു മസ്ജിദുണ്ട്, മസ്ജിദ് അംറു ബിൻ ആസ്. അതിന്റെ പുനരുദ്ധാരണം നടന്ന് ഏകദേശം തീരാറായി. ഇമാം ഷാഫിഈ തങ്ങൾ ദർസ് നടത്തിയ പള്ളിയാണത്. അവിടെ ഒരു സാരിയ ഒരു പില്ലറുണ്ട്. അതിനടുത്ത് ഇമാം ഷാഫിഈ തങ്ങൾ ദർസ് നടത്തിയ സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 4 മദ്ഹബ് അനുസരിച്ച് ഖുതുബ നിർവഹിച്ചിരുന്ന പള്ളിയാണ്. വലിയ വിശാലമായ മസ്ജിദാണ്. 4 മദ്ഹബ് അനുസരിച്ച് അവിടെ ഖുതുബ നടന്നിട്ടുണ്ടായിരുന്നു. 4 മിമ്പറുകൾ ഇപ്പോഴും അവിടെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അത്രയും മനോഹരമായ ഒരു മസ്ജിദ് ഈ സ്വഹാബിയുടെ പേരിലുണ്ട്, അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു. മഹാൻ പറയാണ്, എന്റെ വസ്ത്രം അത് എനിക്ക് ഉടുക്കാൻ കഴിയുന്ന സൗകര്യവും വിശാലതയും ഉണ്ടെങ്കിൽ എന്റെ വസ്ത്രം എനിക്ക് മടുക്കില്ല. ലാ അമല്ലു സൗബി മാ വസിഅനി. എനിക്ക് ഉടുക്കാൻ പറ്റുന്നുണ്ടോ എന്റെ ഷർട്ട്, എന്റെ പർദ്ദ, എന്റെ വസ്ത്രം, എന്റെ ചുരിദാറ്? ഒരു മനുഷ്യന്, ഒരു പെണ്ണിന്, ഒരാണിന് അവരുടെ വസ്ത്രം ഉടുക്കാൻ സൗകര്യമുണ്ടോ? അപ്പൊ തടി കൂടി, അപ്പൊ നിങ്ങൾ വളരെ ടൈറ്റായി പോകും, ഉടുക്കാൻ കഴിയില്ല. വസ്ത്രത്തിന് വിശാലതയുണ്ടോ? എന്റെ വസ്ത്രം എനിക്ക് മടുക്കില്ല. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, വലാ അമല്ലു സൗജതി മാ അഹ്സനത് ഇശ്റതി. എന്റെ ഭാര്യയെ എനിക്ക് മടുക്കില്ല. മാ അഹ്സനത് ഇശ്റതി, അവൾ എന്നോട് മാന്യമായി നല്ല നിലക്ക് പെരുമാറുന്ന കാലത്തോളം, എത്ര വർഷമായാലും എന്റെ ഭാര്യ എനിക്ക് മടുപ്പ് വരില്ല. എപ്പോഴാ ഭാര്യ മടുപ്പ് വരെന്നറിയോ? ഭർത്താവിനോട് അനാദരവിന്റെ വാക്കുകൾ പറയുമ്പോൾ, സ്നേഹമില്ലാത്ത വാക്കുകൾ പറയുമ്പോൾ, അത് 1 ദിവസം കേൾക്കുമ്പോൾ ക്ഷമിക്കും, 2 ദിവസം കേൾക്കുമ്പോൾ ക്ഷമിക്കും. അത് സ്ഥിരം പറയാൻ തുടങ്ങിയാൽ മടുപ്പ് വരും. പിന്നെ വീട്ടിലേക്ക് വരില്ല, പിന്നെ പാതിരാത്രിയിലേ വരുള്ളൂ. പിന്നെ അയാൾക്ക് വേറെന്തൊക്കെയോ ബന്ധമുണ്ടോ എന്നൊക്കെ പറയാൻ തുടങ്ങും. ചിലപ്പോൾ ഉണ്ടാവും ചെയ്യും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്തേ കാരണം എന്നറിയോ? സ്വഭാവം മോശമാകുമ്പോഴാണ്. എന്റെ ഭാര്യ എന്നോട് നന്നായി പെരുമാറുന്നുണ്ടോ, എനിക്ക് അവളെ മടുക്കില്ലെന്ന് മഹാനായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു. കല്യാണം കഴിഞ്ഞാൽ ഒരു 10 വർഷമോ 15 വർഷത്തിന്റെയും ഇടയിലാണ് കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത്. അടുത്തൊരു 10 വർഷം കല്യാണം കഴിഞ്ഞ ഉടനെ നല്ല പോക്കായിരിക്കും, നല്ല ഉഷാറിലായിരിക്കും മുന്നോട്ട് പോവുക. 10 കൊല്ലമായി 15 കൊല്ലത്തിനിടക്ക് ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം.
പരസ്പരം രണ്ടുപേർക്കും വഴിവിട്ട ബന്ധങ്ങളിലേക്ക് വഴിതെറ്റിപ്പോകുന്നത് ഇതൊക്കെ കണ്ടുവരുന്നത് ഈ 10-15 കൊല്ലങ്ങൾക്കിടയിലാണ്. അതിനിടയിലൊന്നും അത്ര പെട്ടെന്ന് കാണുന്നില്ല. കൂടുതലുള്ളത് അങ്ങനെയാണ്. എന്തേ കാരണം എന്നറിയോ? മാ അഹ്സനത് ഇശ്റതി, എന്നോട് മാന്യമായി നല്ല സ്വഭാവത്തിൽ എന്റെ ഭാര്യ പെരുമാറുന്നുവെങ്കിൽ എനിക്ക് മടുപ്പ് വരില്ല. ആ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ മടുപ്പ് വന്നേക്കാം. വലാ അമല്ലു ദാബതി മാ ഹമലത് റഹ്ലി, എന്റെ വാഹനം എന്നെ ചുമന്നു കൊണ്ടുപോകാൻ കഴിയുന്ന വിധമാണെങ്കിൽ എന്റെ വണ്ടിയും എനിക്ക് മടുക്കാറില്ല. പക്ഷേ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞു അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹു, അത് ബ്രാൻഡ് ആവണം എന്നൊന്നുമില്ല. മാ വസിഅനി, അതെനിക്ക് ധരിക്കാൻ പാകത്തിലുള്ളതാണോ കുഴപ്പമൊന്നുമില്ല, എനിക്ക് എന്റെ വസ്ത്രം മതി. പിന്നെ എന്റെ ഭാര്യ തന്നെ മതി എനിക്ക്, കാലാകാലങ്ങൾ എനിക്ക് വേറെ കല്യാണം കഴിക്കണ്ട. എന്തേ? അവൾ അത്രയും നല്ല സ്വഭാവത്തിലാണ് എന്നോട് പെരുമാറുന്നതെങ്കിൽ ഭർത്താവ് അങ്ങോട്ടും നല്ല നിലയ്ക്ക് പെരുമാറണം. വൺ സൈഡ് മാത്രമല്ല. പിന്നെ എന്റെ വാഹനം അത് മാറ്റേണ്ടതില്ല. അത് ഓടുന്നുണ്ടോ, യാത്ര ചെയ്യാൻ സൗകര്യമുണ്ടോ? പുതിയ പുതിയ ബ്രാൻഡുകളും പുതിയ പുതിയ മോഡലുകളും റോഡിൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. അത് കമ്പനി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ്. അവർക്ക് പ്രോഫിറ്റ് വേണം, അവർക്ക് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ജനങ്ങൾക്ക് കൈമാറണം. അപ്പോഴേ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അതൊക്കെ ശരിയാ. എന്റെ വാഹനം അത് ഓടുന്നുണ്ട്, അതിന് കുഴപ്പവുമില്ല. എങ്കിൽ എനിക്ക് എന്റെ വാഹനം മടുക്കില്ല. ഇന്നൽ മലാലത മിൻ സയ്യിഇൽ അഖ്ലാഖ്, മടുപ്പെന്ന് പറയുന്നത് മോശപ്പെട്ട സ്വഭാവമാണ്. നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ വാഹനം, നിങ്ങളുടെ വസ്ത്രം, ഇതൊന്നും നിങ്ങൾക്ക് മടുക്കരുതേ. കാരണം മടുപ്പ് ഒരു മോശപ്പെട്ട സ്വഭാവമാണെന്ന് പഠിപ്പിച്ചത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. നമ്മുടെ കാലഘട്ടത്തോട് നമ്മളോട് സംസാരിക്കുന്ന പോലെ തോന്നുകയാണ് ആ വാക്കുകൾ കേൾക്കുമ്പോൾ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മടുക്കരുത്. ഇബാദത്തിന്റെ വിഷയത്തിൽ ഒട്ടും മടുക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന, അവന്റെ മലായികത്തുകൾ ഇഷ്ടപ്പെടുന്ന, അമ്പിയാക്കന്മാർ ഇഷ്ടപ്പെടുന്ന, അഷ്റഫുൽ ഖൽഖ് തങ്ങൾ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന സ്വഭാവം അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫ് ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹ്. മനുഷ്യരുടെ സംസാരങ്ങളിൽ അവരടക്കം പറയുന്ന, സ്വകാര്യം പറയുന്ന പല വിഷയത്തിലും ലാ ഖൈർ, ഒരു നന്മയുമില്ല. മനുഷ്യന്റെ സംസാരങ്ങളിൽ നന്മയുള്ളത് ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫ്, ദാനം ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കാനും വേണ്ടി നിങ്ങൾ പറയുന്നതോ എഴുതുന്നതോ മാത്രമാണ് ഖൈർ, അല്ലാത്തതൊന്നും ഖൈറല്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. കുടുംബജീവിതങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത്, സംഘടനാ സംവിധാനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പല ആളുകളുടെയും വാക്കുകളാണ്, ഇടപെടലുകളാണ്, എഴുത്തുകളാണ്. من كان يؤمن بالله واليوم الآخر فليكرم ضيفه ومن كان يؤمن بالله واليوم الآخر فليقل خيرا أو ليصمت. അല്ലാഹുവിനെ കാണണമെന്നും അന്ത്യനാളിന്റെ വിചാരണയുണ്ടെന്നും വിശ്വസിക്കുന്ന എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ ബഹുമാനിക്കണം. പിന്നെ പറഞ്ഞു വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും അല്ലാഹുവിനെ വിശ്വസിക്കുന്ന ആളുകൾ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, നിങ്ങൾ നന്മയെ പറയാവൂ. ഏത് പറയാൻ പാടുണ്ടോ അതേ എഴുതാനും പാടുള്ളൂ. നിങ്ങൾ നന്മയെ പറയാവൂ, നന്മയെ എഴുതാവൂ. ആ നന്മ നിങ്ങൾക്ക് എഴുതാനില്ലെങ്കിൽ, പറയാനില്ലെങ്കിൽ ഔ ലിയസ്കുത്, അല്ലെങ്കിൽ ഔ ലിയസ്മുത്, മൗനം പാലിക്കണം. പറയരുത്, മിണ്ടരുത്, നിങ്ങൾ മിണ്ടാതിരിക്കണം. അസ്സുംതു ഹിക്മത്തുൻ അയ്യു ഹിക്മ, മൗനം എന്നത് എത്ര വലിയ സംസ്കാരമാണ്, എത്ര നല്ല യുക്തിബോധമാണ് മൗനം. അയ്യു ഹിക്മ, എന്തൊരു നല്ല സ്വഭാവ ഗുണമാണ് മൗനം എന്ന് പറയുന്നത്. വഖലീലുൻ ഫാഇലുഹു, അത് ചെയ്യുന്ന ആളുകൾ എത്ര കുറവാണ് എന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ നബിയാണോ എന്ന് പോലും ചരിത്രം സംശയിക്കുന്ന മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു വറഹ്മഹുല്ലാഹു റഹ്മത്തൻ വാസിഅ. മഹാൻ പറയാണ്,
മൗനം എന്നത് എത്രയും നല്ല യുക്തിചിന്തയാണ്, എത്രയും നല്ല അറിവ് മൗനമാണ്. ആ മൗനം ആവശ്യമുള്ളിടത്ത് മൗനം തന്നെ വേണം. മൗനം കൊണ്ട് ഒരു നഷ്ടവും ലോകത്ത് വരുന്നില്ല. എന്നാൽ പറയേണ്ടതല്ലാത്തതാണ് പറയുന്നതെങ്കിൽ, എഴുതുന്നത് ഖൈറല്ല എങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ വളരെ വലുതാണ്. സൂക്ഷിക്കണമേ. അസ്സുംതു സൈനുൽ ലിൽ ആലിം, പണ്ഡിതന്മാർക്ക് മൗനം അലങ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ഹദീസാണത്. അസ്സുംതു സൈനുൽ ലിൽ ആലിം, പണ്ഡിതന്മാർക്ക് അലങ്കാരമാണ്, ചമൽക്കാരമാണ് മൗനം. വസിത്റുൽ ലിൽ ജാഹിലി, വിവരമില്ലാത്ത ആളുകളുടെ അഭിമാനം കാക്കാൻ നല്ലതും അതുതന്നെയാണ് എന്ന് ജാഹിലീങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ജാഹിലീങ്ങൾ മൗനം പാലിക്കുന്നില്ല. ആലിമീങ്ങൾ പറയുന്ന ശബ്ദവും അവർ ശ്രവിക്കുന്നുമില്ല. അത്ര വലിയ ദുരന്തങ്ങളിലേക്ക് കാര്യങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തും പരിശുദ്ധരായ ഹബീബും എന്താണ് നമ്മളോട് നിർദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതില്ലയോ? ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് ഒരു കൂട്ടം ആളുകൾ വന്ന് ചോദിച്ചു അത്രേ, ദുല്ലനാ അലാ അമലിൻ നദ്ഖുലു ബിഹിൽ ജന്ന, ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു കർമ്മം ഈസാ നബിയെ പഠിപ്പിച്ചു തരുമോ? ഈസാ നബി അലൈഹിസ്സലാം ജോർഡാനിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗം ബത്ലഹേമിലാണ്, ഫലസ്തീനിലാണ് നബിയായി വന്നത്. മഹാനവറുകളുടെ ആ പ്രദേശം അറബിയും സുരിയാനിയും സംസാരിച്ചിരുന്ന കാലം. മഹാനവറുകളോട് ചോദിക്കുകയാണ്, ദുല്ലനാ അലാ അമലിൻ നദ്ഖുലു ബിഹിൽ ജന്ന, ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കാരണമാകുന്ന ഒരു കർമ്മം പഠിപ്പിക്കണേ. എന്താ പറഞ്ഞെടുത്തെന്നറിയോ? ലാ തൻതിഖൂ അബദാ, നിങ്ങൾ ഒരിക്കലും മിണ്ടരുത്. അവര് പറഞ്ഞു, ഈസാ നബിയെ എങ്ങനെ മിണ്ടാതിരിക്കാനാണ്? മിണ്ടാതിരിക്കാൻ കഴിയില്ലല്ലോ. അന്നേരം പറഞ്ഞു, ഫലാ തൻതിഖൂ ഇല്ലാ ബിഖൈരിൻ, നിങ്ങൾക്ക് മിണ്ടണം എന്ന് നിർബന്ധമാണെങ്കിൽ ഖൈറേ, അല്ലാഹു പൊരുത്തപ്പെടുന്നതേ നിങ്ങൾ പറയാൻ പാടുള്ളൂ. അതിൽ വ്യക്തി ആക്ഷേപങ്ങളാവരുത്, പരിഹാസങ്ങളാവരുത്, കുത്തുവാക്കുകളാകരുത്, സ്വന്തം മനസ്സിനുള്ളിൽ കിടക്കുന്ന ദേഷ്യം ജനങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയലാവരുത്, വെറുപ്പിന്റേതാവരുത്, വെറുപ്പിക്കലിന്റേതാവരുത്. നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം, എഴുതാതിരിക്കണം, എങ്കിലേ സ്വർഗം ലഭിക്കൂ എന്ന് നബിയുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞുവെന്ന് മഹാനായ അല്ലാമ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി തആല അലൈഹി. സംസാരം വെള്ളിയാണെങ്കിൽ മൗനം സ്വർണമാണത്രേ. സംസാരിക്കുന്നത് വെള്ളിയാണെങ്കിൽ, സിൽവർ ആണെങ്കിൽ മൗനം പാലിക്കുന്നത് അത് ഗോൾഡാണ്, സ്വർണമാണ് എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വചനങ്ങളിൽ കാണാൻ കഴിയും. ഇത് ഞാൻ പറയുന്നത് നമ്മുടെ കേരളീയ മുസ്ലിം ഉമ്മത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ മൗനം പാലിച്ചുകൊണ്ട് കത്തിയാടുന്ന തീജ്വാലകളെ അണക്കേണ്ടതുണ്ട്. എഴുതുകയും പറയുകയും ചെയ്യാൻ കഴിയുന്നവർ അവരവരുടെ വാക്കുകളും കഴിവുകളുമെല്ലാം സയ്യിദന്മാർ, ഉലമാ, പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ അടങ്ങുന്ന ഈ ഉമ്മത്തിന്റെ ഏറ്റവും മൂല്യവത്തായ ഘടകങ്ങളെയാണ് അവരെ ചുറ്റിപ്പിടഞ്ഞുകൊണ്ടാണ് ചർച്ചകൾ നടക്കുന്നത്. അതിലെങ്ങാനും നമ്മൾ എഴുതുന്നതിൽ വ്യക്തിഹത്യയോ പരിഹാസ്യമോ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വെറുപ്പ് പുറത്തെറിയലോ ആണ് അതിന്റെ അകത്തുള്ളതെങ്കിൽ, ആ എഴുത്തിന്റെ കഷ്ണം നിങ്ങൾ പരസ്യമായാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആരൊക്കെ അത് വായിക്കുന്നുണ്ടോ, ആരൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ടോ, ആരുടെ കൺമുമ്പിലേക്ക് അത് എത്തുന്നുണ്ടോ, അത്തരം ആളുകളിലേക്ക് മുഴുവൻ നിങ്ങൾ വലിച്ചെറിയുന്ന മനസ്സിനുള്ളിൽ കിടക്കുന്ന വെറുപ്പിന്റെ വാക്കുകളുടെ ഭാരം, അതിന്റെ ആ തെറ്റുകളുടെ ശിക്ഷയുടെ ഭാരം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. എഴുതൽ രസമാണ്, പറയൽ രസമാണ്, താഴെ കമന്റുകളിട്ട് കാണുമ്പോൾ അതിലേറെ ആവേശമാണ്, ഷെയർ ചെയ്യപ്പെടുമ്പോൾ ചാടിക്കളിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. പക്ഷെ അറിയണമേ, കളി തീക്കളിയായി മാറിയാൽ സ്വന്തം ശരീരമാണ് തീജ്വാലകൾ പിടിച്ചു കയറുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണമേ. പണ്ഡിതന്മാരുടെ ഉലമാഇന്റെ അവരുടെ മാംസത്തിൽ വിഷമുണ്ട് എന്ന് മഹാന്മാർ പറയും. സാധാരണ ഒരു മുസ്ലിമായ മനുഷ്യനെ ആക്ഷേപിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്ന പോലെയല്ല ഒരു ആലിമായ മനുഷ്യനെ വിമർശിക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ
പച്ചമാംസം തിന്നുക മാത്രമല്ല, ആ പച്ചമാംസത്തിൽ വിഷമുണ്ട് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സൂക്ഷിക്കണമേ, സൂക്ഷിക്കണമേ. മൗനം സ്വർണമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം പറയാൻ, സംസാരം വെള്ളിയാണെങ്കിൽ മൗനം സ്വർണമാണ്. വീടുകളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കശപിശയുണ്ടാകുമ്പോ, വർത്തമാനങ്ങൾ ചൂടുപിടിക്കുമ്പോ, അത് മക്കളെ ചൊല്ലിയാകാം, അവരുടെ സ്കൂളിനെ ചൊല്ലിയാകാം, മദ്രസയെ ചൊല്ലിയാകാം, വിവാഹത്തിന് പോകുന്നതിനെ കുറിച്ചാകാം, സദ്യ നടത്തി കൊടുക്കുന്നതിന്റെ പേരിലാകാം, വീടുപണിയെ കുറിച്ചാകാം, മക്കളുടെ കല്യാണത്തെ സംബന്ധിച്ചാകാം, എന്തോ ആകട്ടെ, ചൂടേറിയ വാക്കുകൾ വരാൻ തുടങ്ങിയാൽ അത് പിശാച് ഭാര്യ ഭർത്താക്കന്മാരുടെ ആ സംസാരങ്ങൾക്കിടയിൽ ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലി എന്ന് ഭർത്താവിനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി പിശാച് ഇടപെടുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിക്കണമേ. ഒരു പിശാച് അവന്റെ ഏറ്റവും വലിയ കർമ്മം ചെയ്യുന്നത് ദേഷ്യം പിടിപ്പിച്ച് കയർത്ത് സംസാരിച്ച് ഭാര്യയോട്, ഭർത്താവ് നിന്നെ ഇനി ഒരിക്കലും എനിക്ക് വേണ്ട, നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കിയിരിക്കുന്നു എന്ന് ഒരു വാക്ക് പറയുന്നത് വരെ പിശാച് അവരുടെ പിന്നാലെ കൂടുകയും അവരെങ്ങാനും ജീവിതത്തിൽ നിന്ന് വേർപെടുകയാണെങ്കിൽ, വിവാഹബന്ധത്തിൽ നിന്ന് വേർപെടുകയാണെങ്കിൽ ആ പിശാചിന് കിരീടം നൽകി ഇബ്ലീസ് ആദരിക്കുന്നു എന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് രണ്ടാളും മൗനം പാലിക്കണം. അതിന് സാധ്യമല്ലെങ്കിൽ രണ്ടിൽ ഒരാളെങ്കിലും വർത്തമാനം പിന്നെ പറയരുത്. ദേഷ്യം പിടിച്ചു തുടങ്ങിയാൽ അതിന്റെ ഏറ്റവും നല്ല പരിഹാരം മൗനമാണ്. വസ്സുംതു ഖൈർ. അതിനാണ് ഹിൽമ് എന്ന് പറയുന്നത്. ഹിൽം എന്നത് വിശാലമായൊരു സ്വഭാവ ഗുണമാണ്. അത് സഹനശക്തിയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ പ്രഗൽഭനായ ആലിമാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഉൻറുറൂ ഇലാ ഹിൽമി റജുലി ഇൻദ ഗളബിഹി. ഒരു മനുഷ്യന് ദേഷ്യം വരുമ്പോൾ ആ മനുഷ്യന് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണമേ. നിങ്ങളെപ്പറ്റി ആക്ഷേപങ്ങൾ വരുമ്പോൾ, ആളുകൾ വെറുതെ തെറി പറയുമ്പോ, ആക്ഷേപിക്കുമ്പോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനുള്ളിൽ ദേഷ്യപ്പെടുന്ന എന്തെങ്കിലും നിങ്ങളുടെ കൺമുമ്പിൽ ഉണ്ടാകുമ്പോ നിങ്ങൾ എത്രത്തോളം ക്ഷമിക്കുന്നവരാണ് എന്ന് നിങ്ങൾ നോക്കണേ. ഒരു മനുഷ്യന്റെ മൂല്യം അളക്കപ്പെടുന്നത് അയാളുടെ ക്ഷമ നോക്കിയിട്ടാണ് എന്നല്ലാതെ വിദ്യാഭ്യാസത്തിന്റെ സർട്ടിഫിക്കറ്റിന്റെ വണ്ണത്തിലല്ല. ഫസ്റ്റ് റാങ്ക് പാസ്സായിട്ടുണ്ടോ എന്നത് ഇവിടെ വിഷയമല്ല. കോളേജിൽ വിജയിച്ചിരിക്കാം, പക്ഷേ ജീവിതത്തിൽ പരാജയമാകും. സ്കൂളിൽ നല്ല റാങ്ക് ഹോൾഡറാണ്, പക്ഷേ ജീവിതത്തിൽ പച്ച പരാജയമാണ്. ജീവിതത്തിൽ വിജയിക്കണമോ? ദേഷ്യം പിടിപ്പിക്കപ്പെടുന്ന നേരത്ത് ഒരു മനുഷ്യന്റെ, ആണിന്റെയോ പെണ്ണിന്റെയോ സഹനശക്തി എത്രയുണ്ട് എന്ന് നിങ്ങൾ നോക്കണമേ. വഇലാ അമാനതിഹി ഇൻദ തമഇഹി. കാശിന് ആവശ്യമുള്ള നേരത്ത്, പൈസ ആവശ്യമായ നേരത്ത്, കാശിന് ആവശ്യമുള്ള ദാരിദ്ര്യമുള്ള നേരത്ത് കൈകളിലേക്ക് പൈസ വന്നാൽ ആ പൈസ സത്യസന്ധമായി സൂക്ഷിക്കുന്നുണ്ടോ? മറ്റൊരാളിനോട് കടം വാങ്ങിച്ചാൽ ആ കടം തിരിച്ചു കൊടുക്കുന്നുണ്ടോ? വായ്പ വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കുന്നുണ്ടോ? ഷോപ്പിൽ കാഷ്യറായിട്ട് ജോലിക്ക് നിർത്തിയാൽ ആ ക്യാഷ് സത്യസന്ധതയോടുകൂടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ? കള്ളബില്ലുകൾ ഉണ്ടാക്കാതെ, പർച്ചേസുകളിൽ കളവ് നടത്താതെ തന്നെ ജോലി ഏൽപ്പിച്ച എംപ്ലോയറോട്, മുതലാളിയോട് അമാനത്ത് കാണിക്കാൻ ഒരാൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അവിടെയാണ് ഒരാൾ വിജയിക്കുന്നത്. എന്നല്ലാതെ നിങ്ങളുടെ നിസ്കാര തഴമ്പിന്റെ വണ്ണത്തിലല്ല, നിങ്ങൾ നോമ്പ് നോറ്റ് മെലിഞ്ഞിട്ടുണ്ടോ എന്നതുമല്ല നിങ്ങൾ അളക്കപ്പെടുന്ന അളവുകോൽ. പിന്നെയോ ദേഷ്യം വരുമ്പോൾ ക്ഷമിക്കാനുള്ള നിങ്ങളുടെ കഴിവെത്രയാണ്? സമ്പത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരിക്കെ നിങ്ങളുടെ കൈകളിലൂടെ കൈകാര്യം ചെയ്യപ്പെടുന്ന സമ്പത്തിൽ നിങ്ങൾ എത്രത്തോളമാണ് സത്യസന്ധത കാണിക്കുന്നത് എന്നുമാണ് അള്ളാഹു നോക്കുന്നത്. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, വമാ ഇൽമുക ബിഹിൽമിഹി ഇല്ലം യഗ്ളബ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ ദേഷ്യം പിടിച്ചില്ല എങ്കിൽ അയാൾക്ക് ക്ഷമയുണ്ടോ എന്ന് എങ്ങനെ നിങ്ങൾക്കറിയാനാണ്? വമാ ഇൽമുക ബിഅമാനതിഹി ഇല്ലം യത്മഅ. ഒരു മനുഷ്യനെ സമ്പത്തിന്റെ ആർത്തിയുണ്ടോ എന്ന് കയ്യില് കാശ് കൊടുക്കുമ്പോഴല്ലേ അറിയാൻ പറ്റൂ. അത് കൊടുക്കാത്ത കാലത്തോളം ആർത്തിയുണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ അറിയാനാണ്? എന്നിട്ട് മഹാൻ പറയുന്നു, വലാ യുഅ്ജിബന്നകും സാഹിബുകും. നിങ്ങൾ ഒരാളെ പറ്റിയും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഒരാളെയും നിങ്ങൾ പൊക്കി പറയേണ്ടതില്ല. ഒരു മനുഷ്യനും നിങ്ങൾ ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആദരിക്കേണ്ടതില്ല. ഹത്താ തൻദുറു
ഇലാ അലാ അയ്യി ശിഖൈഹി യഖഉ. മരിച്ചു വീഴുമ്പോൾ ആ മനുഷ്യൻ മരിച്ചു വീഴുന്നത് നന്മയിലാണോ തിന്മയിലാണോ അത് കണ്ണുകൊണ്ട് അനുഭവിക്കുന്നത് വരെ, അതറിയുന്നത് വരെ നിങ്ങൾ ആരെയും വാനോളം പുകഴ്ത്തണ്ട. കാരണം ആ മനുഷ്യന്റെ അവസാനം എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഖൈറിന്റെയും ഷർറിന്റെയും ഭാഗങ്ങളെ അള്ളാഹു വേർതിരിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. അതല്ലെങ്കിൽ ആ മനുഷ്യനിൽ വിശ്വസ്തതയുണ്ടോ ക്ഷമയുണ്ടോ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയണം. ഇത് രണ്ടുമില്ലെങ്കിൽ മരണം വരെ കാത്തിരിക്കണം. നിങ്ങൾ ഒരാളെയും പൊക്കിപ്പറയേണ്ടതില്ല എങ്ങനെയാണ് മരിച്ചു വീഴുന്നത് എന്ന് കാണാതെ എന്ന് പറഞ്ഞത് ഹബീബിൽ നിന്ന് ദീൻ പഠിച്ച സുഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആണ്. അദ്ദിൽ അമാനത ഇലാ മൻ ഇതമനക വലാ തഖുൻ മൻ ഖാനക. നമ്മുടെ ഹബീബ് അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണോ നിങ്ങളെ ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചത് അത് നിങ്ങൾ വിശ്വസ്തയോടുകൂടെ കൈകാര്യം ചെയ്യണമേ. പൊതുഫണ്ട് കൈകാര്യം ചെയ്യുന്നവർ, മഹലിന്റെയും പള്ളിയുടെയും മദ്രസയുടെയും സംഘടനകളുടെയും ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നവർ, നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് ഒരു മഹിതമായ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ വഞ്ചന ചെയ്യരുതേ, സ്വന്തം ഇഷ്ടങ്ങൾക്ക് ഉപയോഗിക്കരുതേ. ഒരാൾക്ക് വായ്പ പോലും ഈ ഉമ്മത്തിന്റെ മഹലിന്റെ സ്വത്തിൽ നിന്ന് കൊടുക്കാൻ പാടുള്ളതല്ല. നാളെ തരാം, നാളെ തിരിച്ചേൽപ്പിക്കാം, ഇന്നത്തെ ഒരു രാത്രി എനിക്കൊരു ഫണ്ടിന്റെ ആവശ്യമുണ്ടെന്ന് ട്രഷററോ സെക്രട്ടറിയോ പ്രസിഡന്റോ വന്ന് ചോദിച്ചാൽ പോലും ഒരു മഹലിന്റേത് പൊതുസ്വത്തിന്റേത് കൊടുക്കാൻ പാടില്ലെന്നാണ്. എന്തുകൊണ്ട്? അതൊരു അമാനത്താണ്. ഈ വാങ്ങിച്ചുപോയ മനുഷ്യൻ എന്തെങ്കിലും സംഭവിക്കാതിരിക്കാം. പക്ഷേ ഈ സമ്പത്ത് പള്ളിക്ക് വേണ്ടി നൽകപ്പെട്ടത് അത് തിരിമറിക്ക് കൊടുക്കാനുള്ളതല്ല, പാടില്ലെന്നാണ്. അദ്ദിൽ അമാനത ഇലാ മൻ ഇതമനക വലാ തഖുൻ മൻ ഖാനക. നിന്നെ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ വഞ്ചിച്ചവരോട് തിരിച്ചു വഞ്ചിക്കരുതേ. അതാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മഹിതമായ സംസ്കാരമാണ് നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചവർക്ക് ആ വിശ്വസ്തത നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. നിങ്ങളെ വഞ്ചിച്ചവനെ നിങ്ങൾ വഞ്ചിക്കരുത്. പകരം കൊടുക്കാന്ന് പറയില്ലേ, പ്രതികാരം ചെയ്യുക എന്നത്. നിങ്ങളെ വഞ്ചിച്ചവരെ നിങ്ങൾ അങ്ങോട്ട് വഞ്ചിക്കാൻ പോവേണ്ട. അത് അല്ലാഹു ചെയ്തേക്കും, അത് അല്ലാഹു കൊടുത്തേക്കും. ലാ തഖുൻ മൻ ഖാനക. ഇങ്ങനെ ഉത്തമമായ സംസ്കാരത്തിലൂടെ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. മഹിതമായ സ്വഭാവ ഗുണങ്ങളാണ് അല്ലാഹുവും അവന്റെ മലക്കുകളും മുഅ്മിനീങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അർറഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ക്രൂരതയുടെ വാക്കുകൾ പറയപ്പെടുന്ന കാലം, വീടുകളിൽ അമ്മായിമ്മമാർ സ്വന്തം മകന്റെ ഭാര്യയോട് മോശമായി പെരുമാറുന്ന കാലം, അവളെ അന്യവൽക്കരിക്കുന്ന കാലം, ആ പെണ്ണാണെങ്കിലോ സ്വന്തം ഭർത്താവിന്റെ ഉമ്മയെ ഒരന്യ പെണ്ണിനെ കാണുന്ന പോലെ കാണുന്ന കാലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് ഓർക്കേണമേ, അർറഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ. നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ കരുണ ചെയ്യുന്നുണ്ടോ? ആളുകളെ, ഒരാളെയും വേദനിപ്പിക്കാത്ത വാക്കുകളാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ, അല്ലാഹുവിന്റെ കരുണ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണേ എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടിലെ മക്കൾക്കോ മരുമക്കൾക്കോ കൊടുക്കാത്ത സ്നേഹം റോഡിലൂടെ പോകുന്ന നായക്കോ പൂച്ചക്കോ കൊടുക്കുന്നത് കൊണ്ട് വല്ല കാര്യവുമുണ്ടോ? അതർഹിക്കുന്നത് മനുഷ്യരല്ലേ ആദ്യം, പിന്നെയാണ് മറ്റു ജീവികൾ. സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങണമത്, സ്വന്തം അടുക്കളയിൽ നിന്ന് തുടങ്ങണമത്, നമ്മുടെ വീടിന്റെ വരാന്തകളിൽ നിന്ന് തുടങ്ങണം കരുണയുടെ പാഠങ്ങൾ. നിങ്ങൾ കരുണ ചെയ്യണേ. വേദനിപ്പിക്കുന്ന, മുറിവാക്കുന്ന, കുപ്പിച്ചില്ല് പോലെ തറച്ചു കയറുന്ന വാക്കുകൾ നിങ്ങൾ ആരോടും പറയല്ലേ. നിങ്ങൾ മാന്യമായി പെരുമാറണമേ, എങ്കിൽ അല്ലാഹു നിങ്ങളോട് മാന്യമായി പെരുമാറുമെന്ന് മാത്രമല്ല റഹ്മത്ത് അല്ലാഹു നിങ്ങൾക്ക് നൽകും. മനുഷ്യരാരാണ് കുറ്റവും കുറവുമില്ലാത്തവർ? ആർക്കാണ് ന്യൂനതയില്ലാത്തത്? മനുഷ്യരൊക്കെ ന്യൂനതയുള്ളവരാണ്. അമ്പിയാക്കന്മാർ മഅ്സൂമീങ്ങളാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ മഹ്ഫൂദീങ്ങളാണ് എന്ന് പറയും. എന്നാലും തെറ്റുകൾ സംഭവിക്കില്ല എന്നതിനർത്ഥമില്ല. തെറ്റു സംഭവിക്കാം.
നമ്മൾ എടുക്കുന്ന നമ്മുടെ വീക്ഷണങ്ങളിൽ തെറ്റുപറ്റാം. മനുഷ്യർക്ക് തെറ്റുപറ്റും, മനുഷ്യരാണ്. അതുകൊണ്ട് തെറ്റുകളെ വിമർശിച്ചുകൊണ്ടോ ആക്ഷേപിച്ചുകൊണ്ടോ അല്ല തിരുത്തേണ്ടത്. ദീനെന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. ആരും തകരണം തളരണം എന്നൊരു മുസ്ലിമും ആഗ്രഹിക്കാൻ പാടില്ലെന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്. ലിമൻ, നബിയെ ഞങ്ങൾ ആർക്കൊക്കെയാണ് ഗുണം കാക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ ലില്ലാഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വലി ആമ്മതിഹിം, മുസ്ലിമീങ്ങളിലെ ഇമാമുമാരോട്, ആലിമീങ്ങളോട്, ഭരണാധികാരികളോട്, സാധാരണക്കാരോട്, അള്ളാഹുവിനും റസൂലിനും അടക്കം ഗുണകാംക്ഷയാണ് വേണ്ടത്. അതാണ് ഇസ്ലാം. ഓരോ ദീനിനും ഒരു സ്വഭാവമുണ്ട് എങ്കിൽ എന്റെ ദീനിന്റെ സ്വഭാവം ഗുണകാംക്ഷയാണ്, വെൽ വിഷിംഗ് ആണ്, എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കലാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾക്ക് തൊട്ട് മുമ്പിൽ വന്ന നബിയാണ് ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം. ഈസാ നബി അന്ത്യപ്രവാചകർ വരുന്നു എന്ന് ലോകത്തോട് സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന, സുവിശേഷം അറിയിക്കാൻ വന്ന പ്രവാചകർ നബിയുല്ലാഹി ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം. മഹാനവറുകൾ ചോദിക്കുകയാണ്, ജനങ്ങളെ, നിങ്ങളുടെ ഒരു സഹോദരൻ ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങുകയാണ് എന്ന് സങ്കല്പിക്കുക. അതിനിടയ്ക്ക് കാറ്റടിച്ചപ്പോൾ ആ മനുഷ്യന്റെ വസ്ത്രം ഔറത്ത് കാണപ്പെടുന്ന വിധം ശരീരത്തിൽ നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? അവരൊക്കെ പറഞ്ഞു, ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനല്ലേ, അയാളുടെ ഔറത്ത് വെളിവായാൽ ആ വസ്ത്രം ഞങ്ങൾ മറച്ചു കൊടുക്കും. മഹാൻ പറഞ്ഞു, ലാ, നിങ്ങൾ അതല്ലല്ലോ ചെയ്യുന്നത്. ആ മനുഷ്യന്റെ ഔറത്ത് നിങ്ങൾ തുറന്നു വെക്കല്ലേ ചെയ്യുന്നത്. അവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നബിയേ, ഈസാ നബിയേ, ഞങ്ങളത് ചെയ്യുമോ? ബൽ നറുദ്ദു അലൈഹി, ആ മനുഷ്യന്റെ വസ്ത്രം ഞങ്ങൾ മൂടിക്കൊടുക്കും. മഹാനായ ഈസാ നബി പറഞ്ഞു, ലാ ബൽ തക്ഷിഫൂന മാ ബഖിയ, അവിടെ കാണാനുള്ള ബാക്കിയുള്ളതും നിങ്ങൾ തുറന്ന് കാണിച്ചു കൊടുക്കല്ലേ ചെയ്യുന്നത്. ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത്, ഒരു മനുഷ്യന്റെ ന്യൂനത നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ആ ന്യൂനത മറച്ചു വെക്കേണ്ടവരാണ് നമ്മൾ. ഒരു മനുഷ്യനെ തിന്മയിലേക്ക് വിടാനല്ലാതെ തിന്മ ചെയ്യുന്ന ആളുകളെ നേരിട്ട് കണ്ട് അവരോട് സാരോപദേശം ചെയ്യണം. പരസ്യമായി തിന്മ ചെയ്യുന്നവരെ നിങ്ങൾക്ക് പരസ്യമായിട്ടേ ഉപദേശിക്കാൻ വഴിയുള്ളൂ എങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. ഇല്ലെങ്കിൽ സ്വകാര്യമായിട്ടാണ് ഉപദേശിക്കേണ്ടത്. ആ ഉപദേശം ഫലവത്തായില്ലെങ്കിൽ, ജനങ്ങൾ വഞ്ചിക്കപ്പെടരുത് എന്ന ഉദ്ദേശമുണ്ടെങ്കിൽ പരസ്യമായിട്ടാവാം സാരോപദേശം, അല്ലെങ്കിൽ 1 to 1 ആയിട്ടാണത് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു മനുഷ്യന്റെ ഔറത്ത് കാണുമ്പോൾ മറച്ചു വെക്കേണ്ടതിന് പകരം ബാക്കിയുള്ളതും തുറന്നു കാണിക്കുകയാണല്ലോ ചെയ്യുന്നത് എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത് ഒരു സിമിലിയാണ്, ഒരു ഉദാഹരണമാണ്. ഒരു മനുഷ്യന്റെ ന്യൂനതയോ മനുഷ്യന്റെ ഏതെങ്കിലും തെറ്റുകളോ നിങ്ങൾ അറിയാൻ ഇടവരുമ്പോൾ അത് ജനങ്ങളുടെ മുമ്പിൽ ഫോട്ടോ എടുത്ത് വീഡിയോ ആക്കി സെലിബ്രേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. നിങ്ങൾ മറച്ചു വെക്കാറുണ്ടോ? റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, അമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏതെങ്കിലും ഒരു കുറ്റമോ കുറവോ നിങ്ങൾ മറച്ചു വെച്ചാൽ അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ തിന്മകളെ, നിങ്ങളുടെ കുഴപ്പങ്ങൾ അല്ലാഹു മറച്ചു വെക്കും. പരസ്യമായി മനഃപൂർവ്വം ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ പരസ്യമായി തിരുത്തേണ്ടതുണ്ട്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. മനുഷ്യനെന്ന നിലയിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന തെറ്റുകളെ, ആ തെറ്റുകളെ പരസ്യമായി വിമർശിക്കുകയോ പരസ്യമായി ആക്ഷേപിക്കുകയോ ചെയ്യുന്നത് ദീനിന്റെ സ്വഭാവമല്ല. അത് ചെയ്യാൻ പാടുള്ളതുമല്ല. അത് ചെയ്യേണ്ടത് സ്വകാര്യമായ തിരുത്തുകളാണ് ചെയ്യേണ്ടത്. ആ തിരുത്തലുകളിൽ പോലും നസീഹത്ത് വേണം, ഗുണകാംക്ഷ വേണം. ഒരാൾ നന്നാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഈ ഉമ്മത്തിനെ ഒന്നാകെ സ്നേഹത്തിന്റെ കയറിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു മനുഷ്യൻ കാലിടറി വീഴുമ്പോൾ അയാളെ കൈപിടിച്ച് കയറ്റുകയല്ലേ ചെയ്യേണ്ടത്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു മദീനയുടെ ഒരു മൂലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കുറെ ആളുകൾ ചേർന്ന് ഒരാളെ അടിക്കുകയാണ്, പ്രഹരിക്കുകയാണ്, ദേഹോപദ്രവം ചെയ്യുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് കാര്യം? അപ്പൊ പറഞ്ഞു, അയാൾ കള്ളു കുടിച്ചതാണ്, മദ്യപിച്ചതാണ്, അതിന് ജനങ്ങൾ കൈകാര്യം ചെയ്യാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദഊ, ആ മനുഷ്യനെ ഒന്ന് വിട്ടേക്ക് നിങ്ങളൊക്കെ. എല്ലാവരും മാറി നിന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ ജനങ്ങളെ നിങ്ങളോട്. ആരായി ചോദിക്കുന്നത്? ഹബീബായ നബി തങ്ങൾ
ഹബീബായ നബി തങ്ങൾ അത്രമേൽ സ്നേഹിച്ചിരുന്ന ഗിഫാർ ഗോത്രത്തിന്റെ നായകൻ തബൂക്കിലേക്കുള്ള ദീർഘമായ യാത്രയിൽ ഏതെങ്കിലും ഒരു സ്വഹാബിക്ക് വേണ്ടി ഹബീബിന്റെ സൈന്യം കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു മഹാനായ മനുഷ്യന് മാത്രമാണ്, സ്വഹാബിയായ അബൂദർ തങ്ങൾക്ക്. അത്രമേൽ ഹബീബ് സ്വീകരിച്ച നബി തങ്ങൾ സ്നേഹിച്ചിരുന്ന സ്വഹാബിയാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഈ ജനങ്ങൾ ഒരു മനുഷ്യനെ അടിക്കുകയും പ്രഹരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ചെന്ന് നോക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു പൊട്ടക്കിണറ്റിലേക്ക് കാലിടറി തെന്നി വീണാൽ നിങ്ങൾ ആ മനുഷ്യന്റെ ദേഹത്തേക്ക് മണ്ണിട്ട് മൂടുകയാണോ ചെയ്യുന്നത്, അതല്ല ആ മനുഷ്യനെ കൈപിടിച്ച് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുമോ? അവർ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ അയാളെ രക്ഷപ്പെടുത്തും. എന്നാൽ നിങ്ങളുടെ ഈ കൂട്ടുകാരൻ മദ്യപിച്ചു അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു, അവനൊരു തിന്മയുടെ കുഴിയിലാണ് വീണിരിക്കുന്നത്, ആ മനുഷ്യനെ നിങ്ങൾ കൊന്നുകളയുകയാണോ ചെയ്യേണ്ടത്, അതല്ല അയാളെ കൈപിടിച്ച് തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ, അള്ളാഹുലേക്ക് കൈകാലുകളും മനസ്സും കഴുകി റബ്ബിലേക്ക് തിരിച്ചു വരാനുള്ള സാരോപദേശമല്ലേ നിങ്ങൾ കൊടുക്കേണ്ടത്? അത് നിങ്ങൾ നൽകിയോ? ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. നിങ്ങൾ ഈ മനുഷ്യനെ കൊല്ലുകയാണോ? തിന്മ സംഭവിക്കുന്നത് ഒരു പടുകുഴിയിലേക്ക് ഒരു മനുഷ്യൻ വീഴുന്ന പോലെയാണ്. നിങ്ങൾ കൈകൊടുത്ത് പിടിച്ചു കയറ്റുന്ന പോലെ തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ സാരോപദേശം നൽകി ശുദ്ധീകരിക്കാറുണ്ടോ? അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്ന് അവിടെ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഇതാണ് ഇസ്ലാമിന്റെ സ്വഭാവം, ഇതാണ് മുസ്ലിമിന്റെ സ്വഭാവം. മൻ ഖളാ ലി അഖീഹി ഹാജതൻ കാന ബിമൻസിലതി മൻ ഖദമല്ലാഹു ഉംറഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്മ ലഭിക്കാൻ കാരണമായ മറ്റൊരു അമല്, മൻ ഖളാ ലി അഖീഹി ഹാജതൻ, നിങ്ങളുടെ കൂട്ടുകാരന് ഒരു പ്രയാസമുണ്ടാകുമ്പോൾ, ഒരാവശ്യമുണ്ടായപ്പോൾ ആ ആവശ്യം നിങ്ങൾ നിർവഹിച്ചു കൊടുത്താൽ. പെണ്ണുങ്ങളെ, സഹോദരിമാരെ, നിങ്ങളുടെ കൂട്ടുകാരിക്ക് ആർക്കെങ്കിലും ഒരു പ്രയാസം വന്നപ്പോ നിങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്ന് അവളെ സഹായിച്ചാൽ, കാന ബിമൻസിലതി മൻ ഖദമല്ലാഹു ഉംറഹ്, ജീവിതകാലം മുഴുവനും അള്ളാഹുവിന് ഖിദ്മത്ത് ചെയ്തവരെ പോലെയാണ് അവരെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി താരീഖുൽ കബീറിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി. കാന ബിമൻസിലതി മൻ ഖദമല്ലാഹു ഉംറഹ്, ജീവിതകാലം ഒരു ആലിമിന് ഖിദ്മത്ത് എടുത്ത പോലെ എന്നല്ല പറഞ്ഞത്, ഒരു സയ്യിദിന് ഖിദ്മത്ത് ചെയ്ത പോലെ എന്നല്ല, പിന്നെയോ അള്ളാഹ് ഖിദ്മത്ത് എടുത്ത പോലെ. ആര്? ഒരാളുടെ പ്രയാസം നീക്കി കൊടുത്തു, ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നു, എല്ലാവരും ഒന്ന് കൈപിടിച്ച് അയാളെ സഹായിച്ചു. നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹ് ഖിദ്മത്ത് ചെയ്യുന്നതിന് തുല്യമാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫ് ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. നമ്മൾ പറയുന്ന വാക്കുകളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വാക്കുകൾ ഒന്ന് നന്മ പറയലാണ്, മറ്റൊന്ന് ദാനം ചെയ്യണം, ജനങ്ങളെ നിങ്ങൾ സഹായിക്കണം, പരസ്പരം ദീനിന് സംഭാവന ചെയ്യണം എന്ന് പറയുന്നത് പോലെ. പിന്നെ പറഞ്ഞു അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, ജനങ്ങൾ തമ്മിലടിക്കുമ്പോൾ മസ്ലഹത്തിന് വേണ്ടി സംസാരിക്കുന്നത്. ഇത് മാത്രമേ അള്ളാഹു ഇഷ്ടപ്പെടുന്നുള്ളൂ. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് സൂറത്തുൻ നിസാഇൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഫാസ്ലിഹൂ ബൈന ഖവൈക്കും, നിങ്ങളുടെ സഹോദരങ്ങളാണ് രണ്ടു കൂട്ടരും, അവർക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കണമേ എന്ന് സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു തആല നിർദ്ദേശിക്കുന്നു. അഫ്ദലുസ് സ്വദഖ, നിങ്ങൾ ചെയ്യുന്ന പൈസ, നിങ്ങൾ കൊടുക്കുന്ന ദാനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദാനം ഇസ്ലാഹു ദാത്തിൽ ബൈൻ.